الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു റമദാനിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയും ആ റമദാനിനെ സന്തോഷത്തോടു കൂടി യാത്ര അയച്ചുകൊണ്ട് ഈദ് ആഘോഷിക്കാനും നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. റമദാനിൽ നമ്മൾ ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. തുടർച്ചയായിട്ട് നോമ്പനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ മിക്കവാറും ആളുകളെ സംബന്ധിച്ചിടത്തോളം പല നിലക്കുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്. ഗ്യാസിന്റെ പ്രശ്നവും തലവേദന, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങൾ. അതുപോലെ തന്നെ നിന്ന് നമസ്കരിക്കുക, രാത്രി നിന്ന് നമസ്കരിക്കുക, ഒരുപാട് ക്ഷീണവും പ്രയാസമൊക്കെ സഹിച്ചുകൊണ്ട് തന്നെയാണ്. അതുപോലെ സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു, ധാരാളമായി ഖുർആൻ പാരായണം ചെയ്തു, സമ്പത്ത് ദാനം ചെയ്തു. നമ്മള് ഈ ചെയ്ത കർമ്മങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ കാണാനും നമുക്ക് അനുഭവിക്കാനും സാധിക്കണം എന്ന നിയത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ചെയ്ത കർമ്മങ്ങള് പരലോകത്ത് എത്തിയിട്ട് ഒന്നും നമ്മുടെ റെക്കോർഡിലില്ല, അതിന്റെ ഫലമൊന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതെ വരികയാണെങ്കിലുള്ള ഒരു അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലദീന യുഅ്തൂന മാ ആതൗ ഫഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. വല്ലദീന യുഅ്തൂന മാ ആതൗ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകൾ. ഫഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയം നടുക്കമുള്ളതാണ്, ഭീതിയുള്ളതാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവരവരുടെ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങി പോകേണ്ടുന്നവരാണല്ലോ എന്നുള്ള നിലക്ക് ഈ ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, റസൂലേ, അള്ളാഹ് നൽകിയത് ചെലവഴിക്കുന്ന ആൾക്കാർ എന്തിനാ പേടിക്കുന്നത്? അള്ളാഹ് നൽകിയ ആരോഗ്യം കഴിയുന്നത്ര അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക, അള്ളാഹ് നൽകിയ സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, അള്ളാഹ് നൽകിയ സമ്പത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കുക, ഇങ്ങനെ കുറെ ഇബാദത്തുകൾ ചെയ്യുകയും അള്ളാഹ് നൽകിയ അനുഗ്രഹം അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുന്ന ആൾക്കാർ എന്തിനാ പേടിക്കുന്നത് എന്ന് ചോദിച്ചു ആയിഷ ബീവി. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, അല്ലാ യതഖബ്ബല മിൻഹും, അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടൂല എന്നാ അവരെ പേടിയുന്നത്. സഹാബത്തിന്റെ ഒക്കെ ചരിത്രം പരിശോധിച്ചാല് അവർ റമദാൻ കഴിഞ്ഞിട്ട് ഒരു 6 മാസം വരെ പടച്ചോനെ റമദാനിൽ ഞങ്ങൾ ചെയ്ത കർമ്മങ്ങളൊക്കെ നീ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കായിരുന്നു. തൊട്ടടുത്ത റമദാൻ വരുന്നതിന് ഒരു 6 മാസം മുമ്പേ റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണമെന്ന്, അടുത്ത റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന
അപ്പൊ റമദാനിലെ കർമ്മങ്ങൾക്ക് അത്രയും മഹത്വമുണ്ട്. അത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്കൊക്കെ അനുഭവിക്കാൻ സാധിക്കാതെ ദൗർഭാഗ്യവാന്മാരായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് 3-4 കാരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ ഗൗരവത്തിൽ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അത് ഒന്നാമത്തെ എന്താന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ശിർക്കാണ്. നമുക്കൊക്കെ അറിയാം, അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് അള്ളാഹ് പറയാ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശറക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. താങ്കൾക്ക് നാം വഹി നൽകുന്നു, താങ്കൾക്ക് മുമ്പുള്ളവർക്കും വഹി നൽകിയിരിക്കുന്നു. ലൈൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, താങ്കൾ നല്ല താന്ന് പറഞ്ഞാൽ നീ എന്നാണ്. നമ്മൾ ബഹുമാനത്തോടുകൂടി റസൂലിനെ സംഭവം താന്ന് പറയാ. നീ എങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അമലുക, താങ്കളുടെ എല്ലാ അമലും പൊളിഞ്ഞു പോകും. താങ്കൾ നഷ്ടക്കാരുടെ കൊണ്ടുപെട്ടു. ഇതാരോടാ പറയുന്നത് അറിയാം? അള്ളാന്റെ റസൂലിനോട് പറയാ അള്ളാഹു. അപ്പൊ ശിർക്ക് ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മള് ഈ വിഷയം നമുക്കൊക്കെ ബോധമുള്ളതാണ്. സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തില് മറ്റ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോകുന്നത് പോലെ അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമല്ല ശിർക്ക് എന്ന് പറയുന്നത്. ചില തിന്മകളൊക്കെ ഇപ്പൊ മദ്യപാനത്തിനാണെങ്കിൽ വ്യഭിചാരം, അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ പെട്ടുപോയിട്ട് മനുഷ്യന്മാർ അബദ്ധത്തിൽ അങ്ങനെ പെട്ടു വന്നൊരു കാര്യമല്ല ശിർക്ക് എന്ന് പറയുന്നത്. അത് മനുഷ്യൻ ബോധപൂർവം അത് ശരിയാണ് എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ആ വിശ്വാസത്തോടുകൂടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ ശിർക്കിനെ കുറിച്ച് ബോധമുള്ളവരാണ് നിങ്ങളൊക്കെ. അത് നീട്ടിപ്പറ്റി പറയേണ്ടതില്ല. പ്രത്യേകിച്ച് ഇന്നൊരു ഖുതുബ നമ്മൾ കേട്ടതും കൂടിയാണ്. അതുകൊണ്ട് ശിർക്കിന്റെ ഗൗരവം നമ്മളൊക്കെ അറിയാം. അള്ളാഹുവിലേക്ക് അർപ്പിക്കേണ്ടത് അള്ളാഹു അല്ലാത്ത മറ്റൊരാളിലേക്കും അർപ്പിക്കാതിരിക്കുക. പ്രാർത്ഥനകള്, നേർച്ച വഴിപാടുകള്, അതുപോലെ തന്നെ വല്ല കാര്യവും സത്യം ചെയ്യേണ്ടി വന്നാൽ അള്ളാഹു ആണേ സത്യം എന്ന് പറയാം. നമുക്കൊരു കാര്യം സത്യം ചെയ്ത് പറയേണ്ടി വരിക മറ്റൊരാൾ വിശ്വസിക്കാതിരിക്കുമ്പോഴാണല്ലോ. അപ്പൊ അത് നമ്മളെ മനസ്സിലുള്ള മൊയ്തീൻ ഷേഖ് അറിയില്ല, മമ്പർത്ത തങ്ങൾ അറിയില്ല, വാപ്പ അറിയില്ല, ഉമ്മ അറിയില്ല. അവിടെ ഉമ്മാണ് സത്യം എന്നും വാപ്പാണ് സത്യം എന്നും മമ്പർത്ത തങ്ങളാണ് സത്യം എന്നും ഖുർആനാണ് സത്യം, കഅബയാണ് സത്യം എന്നൊന്നും പറയണ്ട. അള്ളാഹാണ് സത്യം. മനസ്സിലുള്ള സത്യാങ്ക് മാത്രം സത്യം ചെയ്താൽ മതി. അള്ളാഹാണ് സത്യം. അള്ളാഹു അല്ലാത്തവരെ ആരെങ്കിലും പിടിച്ച് സത്യം ചെയ്ത് അവൻ ശിർക്ക് ചെയ്തു തോന്നുന്നു. അവൻ ശിർക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒന്ന്, ശിർക്ക് വന്നു പോകാതിരിക്കുക. ശിർക്ക് വന്നു പോയാൽ ചെയ്ത കർമ്മം ഒന്നും നാളെ പരലോകത്ത് അനുഭവിക്കാനുണ്ടാവില്ല. രണ്ടാമത്തത് റിയാ ആണ്, ലോകമാന്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അഖ്വഫു മാ അഖാഫു അലൈക്കും, എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന അതാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഉംറക്ക് പോയാൽ അന്നേരം ഇങ്ങനെ സെൽഫി എടുത്തിട്ട് ലൈവായിട്ട് വിടും, അല്ലേ? അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താല്, എന്തെങ്കിലും ഒരു ധർമ്മം ചെയ്താൽ അന്നേരം ഫോട്ടോ എടുത്തിട്ട് വിടും. ഒക്കെ റിയാ ആയി പോവും, ലോകമാന്യായി പോവും. ഞാനൊരു ധർമ്മിഷ്ഠനാണ്, ഞാനൊരു നിസ്കാരക്കാരനാണ്, ഞാനൊരു നല്ലവനാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, അതൊന്നും പരലോകത്ത് കാണാൻ ഉണ്ടാവില്ല. പലപ്പോഴും ഞാനിവിടെ നമ്മൾ ഈ കലക്ഷന്റെ കാര്യത്തിലൊക്കെ ആലോചിക്കാറുണ്ട്. നമ്മൾ കലക്ഷൻ നടത്തുമ്പോൾ ഒരാളാണ് ബക്കറ്റും പിടിച്ചാൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ബക്കറ്റ് പൈസ ഉണ്ടാവും. ബക്കറ്റ് ആണെങ്കിൽ ഒരു സൈഡിൽ വെച്ചാലോ പൈസ ഉണ്ടാവില്ല. അപ്പൊ ആർക്കും നമ്മൾ എന്ത് ഉദ്ദേശിച്ചിട്ട് നമ്മൾ പൈസ കൊടുക്കുന്നത്? ബക്കറ്റും പിടിച്ച് നിൽക്കുന്ന ആളെന്ത് വിചാരിക്കും? കൊടുത്തിട്ടില്ലേ മോശമല്ലേ? അത് വരണത്തുണ്ടാവോ? ഇല്ല. ഒരു സാധുവിനെ സഹായിക്കണമെന്നോ അല്ലെങ്കിൽ അതൊക്കെ ഒരു സംരംഭത്തിന് സഹായം ചെയ്യണമെന്നോ പറയുമ്പോ, എനിക്ക് പരലോകത്തേക്ക് സമ്പാദിക്കാൻ കിട്ടിയ ഒരു അവസരം എന്റെ ഉള്ളത് ഞാൻ കൊടുക്കട്ടെ, ഉള്ളതിനനുസരിച്ച് ഞാൻ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ എവിടെയാണ് ബക്കറ്റ് ഉള്ളതെന്ന് തെരഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഇടാൻ നമുക്ക് കഴിയണം. അപ്പൊ അത് പരലോകത്തേക്ക് ഉണ്ടാവും. ശരിക്കും ബക്കറ്റ് പിടിച്ച ഒരാളോട് നിൽക്കുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് ചെയ്യണമെന്നല്ല, ചെയ്താൽ ഒന്നും കിട്ടും, ചെയ്തില്ല ഒന്നും കിട്ടും. പക്ഷെ ഇങ്ങനെയാണ് വേണ്ടത്. ബക്കറ്റ് ഒരു മൂലയിൽ വെച്ചാലും എനിക്ക് പരലോകത്തേക്ക് സമ്പാദിക്കാനുള്ള ഒരു അവസരമാണ് എന്ന ബോധത്തോടു കൂടി എന്താവുക, അതിനെ തെരഞ്ഞെടുത്ത് ഉള്ളത് ഇടുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് പരലോകത്തേക്ക് ഉണ്ടാവും, അല്ല ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. റിയാ, ഞാൻ വലിയൊരു നിസ്കാരക്കാരനാണെന്ന് മറ്റുള്ളവനെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ധർമ്മിഷ്ഠനാണെന്ന് മറ്റവനെ കാണിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാതിരിക്കാം. അതാ എന്റെ സമുദായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യം അതാന്ന് റസൂലുള്ളാഹി പറഞ്ഞത്, റിയാ. അപ്പൊ റിയാ ഉണ്ടെങ്കിൽ അതൊന്നും പരലോകത്ത് നമുക്ക് അനുഭവിക്കാനുണ്ടാവില്ല എന്ന് മനസ്സിലാക്കാം.
മൂന്നാമത്തത് ഇടക്ക് മധ്യവർത്തികൾ വരുന്ന തെറ്റുകളാണ്. അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഇടക്ക് മധ്യവർത്തികൾ വരുന്ന തെറ്റുകൾ, നമ്മള് മറ്റുള്ളവനെ അപമാനിച്ചു, മറ്റുള്ളവനെ ചീത്ത പറഞ്ഞു, അതുപോലെ തന്നെ മറ്റുള്ളവന്റെ ധനം അവിഹിതമായി അനർഹമായി നേടിയെടുത്തു, അത് ഉപയോഗിച്ചാൽ നമ്മള് നാളെ പരലോകത്ത് വരുമ്പോ അവര് പരാതിയായിട്ട് വരും. പക്ഷേ ഇവനിന്നെ അപമാനിച്ചിട്ടുണ്ട്, ഇവനിന്റെ രക്തം ചിന്തിയിട്ടുണ്ട്, ഇവനിന്റെ മുതൽ ഹക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരും. അങ്ങനെ വരുമ്പോ അവിടെ തിരിച്ചു ചെയ്യല്ല, അവിടെ കർമ്മങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഇവൻ ചെയ്ത കർമ്മങ്ങൾ അങ്ങോട്ട് എടുത്തു കൊടുക്കും, സൽക്കർമ്മങ്ങൾ അങ്ങനെ എടുത്തു കൊടുക്കും. സൽക്കർമ്മങ്ങളൊക്കെ അങ്ങനെ എടുത്തു കൊടുത്തിട്ട് അത് തീർന്നു പോയാൽ പിന്നെ അവന്റെ ദുഷ്കർമ്മങ്ങൾ എടുത്തുകൊണ്ട് ചാർത്തി കൊടുക്കുന്ന റസൂൽ എന്ന് പറഞ്ഞത്. അതാ റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തില് മുഫ്ലിസ് ആരാന്ന് നിങ്ങൾക്ക് അറിയോ? പാപ്പരായവൻ. റസൂൽ പറഞ്ഞ സഹാബത്ത് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ദീനാറും ദിർഹമില്ലാത്തവനാ പാപ്പരായവൻ. അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് അമലുകൾ, മറ്റൊരു ഹദീസിൽ കാണാൻ തിഹാമ പർവ്വതം കണക്കെ അമലുകളുമായിട്ട് വരുന്ന. എന്നിട്ടോ പരലോകത്തെത്തുമ്പോ ഇങ്ങനെ ഒരുപാട് ആളുകളെ നാവുകൊണ്ട് ഉപദ്രവിച്ചു, ഒരുപാട് ആളുകളെ കൈകൊണ്ട് ഉപദ്രവിച്ചു, ഒരുപാട് ആളുകളുടെ ധനം അനർഹമായി തിന്നു. ഇങ്ങനെ നമ്മുടെ കർമ്മങ്ങളൊക്കെ അങ്ങ് പോകും. അതൊന്നും പരലോകത്ത് അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ, ദയനീയമായ അവസ്ഥയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന്, ഇടക്ക് മധ്യവർത്തികൾ വരുന്ന തിന്മകളിൽ നിന്ന് നമ്മൾ പരമാവധി വിട്ടു നിൽക്കേണ്ടതാണ്. അത് നമ്മുടെ അമലുകൾ നമുക്ക് പരലോകത്ത് അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നൊരവസ്ഥ ഉണ്ടാക്കും. നാലാമത്തേതായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ദീനായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നുവെങ്കിൽ അത് ദീന് നമുക്ക് എന്താണ് ദീന്, എന്താണ് വിശ്വാസം, എന്താണ് ആചാരങ്ങൾ എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് അള്ളാഹു പ്രവാചകനെ നിയോഗിച്ചത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനായിട്ട് എന്താണോ നമുക്ക് പഠിപ്പിച്ചത് അതേ നമ്മൾ ദീനായിട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തതൊന്നും പരലോകത്ത് കാണാനുണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം ദീനായിട്ട് ചെയ്യാം, അതല്ലാത്തത് ഉണ്ടാവില്ല. ഖുർആൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞില്ലേ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. ധാരാളം അമലുകൾ ചെയ്തിട്ട് നഷ്ടം സംഭവിച്ചു പോയ ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്താണ് അവർക്ക്? വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. ചെയ്യുന്നതൊക്കെ നല്ലതല്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃക കണ്ടോ? റസൂല് പഠിപ്പിച്ചതനുസരിച്ചാണ്, അതൊന്നും നോക്കിയില്ല. റസൂലുള്ള പഠിപ്പിച്ച പള്ളിയിൽ ഒഴിഞ്ഞിരുന്ന് എഴുത്തിക്കാഫ്, പള്ളിയിൽ ഒഴിഞ്ഞിരുന്നിട്ട് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടാൻ, തൗബ ചെയ്യാൻ. എന്നാലും ആളുകളെ മുഴുവൻ ഒരു സമ്മേളന സ്ഥലത്തേക്ക് വിളിച്ചു കൂട്ടിയിട്ട് അവിടുന്ന് ആളുകളെ കൊണ്ട് കൂട്ടക്കരച്ച് നടത്തിക്കുന്നു. അത് എത്ര പണം ചെലവഴിച്ചാലും എത്ര ഒഴിച്ചാലും ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയും സഹാബത്ത് മാതൃക കാണിക്കുകയും ചെയ്തതല്ല എങ്കിൽ നാളെ പരലോകത്ത് കാണാനുണ്ടാവൂല. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. പരലോകത്ത് മീസാനിൽ ഒരു തരിമ്പും തൂക്കമുണ്ടാവുകയില്ല അത്തരം കർമ്മങ്ങൾക്ക്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെതിരെ പ്രവർത്തിച്ചതിനുള്ള ശിക്ഷ കൂടി അനുഭവിക്കേണ്ടി വരും. അപ്പൊ നമ്മള് ഇവിടെ ആളുകളുടെ ഡ്രസ്സ് കണ്ടിട്ടോ കോലം കണ്ടിട്ടോ ഒന്നും അല്ല നമ്മൾ ദീനിനെ വിലയിരുത്തേണ്ടത്. ദീനിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കുക, പരലോകത്തേക്ക് അനുഭവിക്കാൻ നമുക്കുണ്ടാവണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതായിരിക്കണം, അത് സഹാബത്ത് മാതൃക കാണിച്ചതായിരിക്കണം. അത്തരത്തിലുള്ള കർമ്മങ്ങൾ മാത്രമേ പരലോകത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. 4 കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധപ്പെടുത്തിയത്. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നമുക്ക് പരലോകത്ത് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ, 1 ശിർക്ക് ജീവിതത്തിൽ വന്നു പോവാതിരിക്കുക, 2 റിയാഇന്റെ ഒരു അംശം പോലും, ലോകമാന്യത്തിന്റെ ഞാനൊരു നല്ലവനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കർമ്മവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക, റിയാ വന്നു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. 3 ഇടക്ക് മധ്യവർത്തികൾ വരുന്ന മറ്റൊരാളോടുള്ള ഉപദ്രവം നാവ് കൊണ്ടും കൈകൊണ്ടും ഒന്നും ഇല്ലാതിരിക്കുക. മറ്റൊരുവന്റെ സമ്പത്ത് അനർഹമായി ഉപയോഗിക്കാതിരിക്കുക. 4 പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചതായിരിക്കും. ഈ കാര്യം നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും നമുക്ക് പരലോകത്ത് അനുഭവിക്കാൻ സാധിക്കും. സർവശക്തനായ റബ്ബ് നമുക്ക് ആ നിലയ്ക്ക് കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് അവന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ
അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ പെരുന്നാൾ ഖുത്ബയിലൊക്കെ കാര്യമായിട്ട് കേട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവുക, നമ്മൾ റമദാനിലൂടെ നേടിയെടുത്ത ആത്മീയമായ ഉണർവും അതുപോലെ തന്നെ റമദാൻ നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളും ഒക്കെ റമദാൻ കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കഴിവിന്റെ പരമാവധി ചെയ്യേണ്ടുന്ന കർമ്മങ്ങളൊക്കെ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം, സൃഷ്ടികളോടുള്ള ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം. ഇതാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവുക. നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അത് തന്നെയാണ്. കാരണം റമദാനിൽ ഏതൊരു റബ്ബിനെയാണോ നമ്മൾ ആരാധിച്ചത്, ആ റബ്ബ് തന്നെയാണ് റമദാൻ കഴിഞ്ഞാലും നമ്മൾ റബ്ബ്. അതുകൊണ്ട് റമദാനിൽ റബ്ബിനോടുള്ള ബാധ്യത നമ്മൾ നിർവഹിച്ചു, പിന്നെ റമദാൻ കഴിഞ്ഞിട്ട് വേണ്ടാന്ന് തീരുമാനിക്കാൻ പറ്റുമോ? നമ്മൾ റമദാനിനെ അല്ലല്ലോ ആരാധിച്ചത്. റമദാൻ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടാണ്. ഖുർആൻ റബ്ബിൻ്റെതാണ്. ആ റബ്ബിനെയാണ് നമ്മൾ ആരാധിച്ചത് റമദാനിൽ. അതുകൊണ്ട് റമദാനിൽ നിർബന്ധ കർമ്മങ്ങൾ നമ്മൾ പരമാവധി ശ്രദ്ധ പുലർത്തിയിട്ടുണ്ടെങ്കിൽ റമദാൻ കഴിഞ്ഞിട്ടും എന്താവുക, ട്രാക്ക് കയറിയിട്ടുണ്ടാവുമല്ലോ മിക്കവാറും ആളുകൾ. നാളെ മുതൽ സുബഹിയിലെ ജമാഅത്ത് ഇല്ലാതെ ആവരുത്. ഇപ്പൊ നമ്മൾ ഇത്രയും ദിവസം സുബഹി അത്താഴം കഴിച്ചു, പള്ളിയിലേക്ക് പോന്നു, സുബഹി ജമാഅത്തായിട്ട് നിസ്കരിച്ചു, വളരെ കൃത്യമായിട്ട്. അത് നമുക്ക് പ്രയാസം ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ ഇത് നടക്കുമെന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ ആരാധിച്ചത് അള്ളാഹുവിനെയാണ്, റമദാനിനെ അല്ല. നമുക്ക് ബോധം ഉണ്ടാവുക, നാളെ മുതൽ സുബഹിന്റെ ജമാഅത്ത് പള്ളി കാലിയാവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ജമാഅത്തുകളുടെ കാര്യത്തിൽ ശ്രദ്ധ ഉള്ളവരായിരുന്നു റമദാനിൽ. നമ്മൾ എവിടെ എത്തിയാലും അവിടെ നമ്മൾ ജമാഅത്ത് നിസ്കരിക്കായിരുന്നു. ഇപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഇവിടെ പരിസരത്തുണ്ടെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ പള്ളിയിൽ വരും റമദാനിൽ ജമാഅത്തിന്. ഇനി നമ്മൾ വട്ടോളി അല്ല ബാലുശ്ശേരി ആണെങ്കിൽ അവിടുന്ന് വാങ്ങി വെക്കുമ്പോൾ നമ്മൾ ആ റമദാൻ അല്ലേ, നോമ്പൊക്കെ അല്ലേ, പള്ളി ജമാഅത്തിന് പോയി കേട്ടോ വിചാരിക്കും. ഇത് റമദാൻ അല്ലാത്ത കാലത്ത് നമുക്ക് വിചാരിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ എവിടെയും പള്ളിയിൽ ജമാഅത്തിന് ആളില്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ ബാലുശ്ശേരിയാണ്, ബാലുശ്ശേരി പള്ളി ബാങ്ക് കേട്ടു ബാലുശ്ശേരി പള്ളി കയറി, ഇനി വട്ടോളി ആണെങ്കിൽ വട്ടോളി പള്ളി കയറി, ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ. ഇങ്ങനെ പരമാവധി ജമാഅത്തുകളുടെ ഒക്കെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. നമ്മൾ റമദാനെ അല്ല ആരാധിച്ചത് എന്ന് നമുക്ക് ബോധം ഉണ്ടാവുക, അള്ളാഹുവിനെയാണ് ആരാധിച്ചത്. അള്ളാഹുവിനോടുള്ള ബാധ്യത റമദാൻ കഴിഞ്ഞാൽ നിർവഹിക്കാത്തവരായി പോകരുത്. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് അതിൽ നമുക്ക് തുടർച്ചയായിട്ട് നിലനിൽക്കാൻ സാധിക്കുന്നു എന്നത്. അതുകൊണ്ട് ഈ ഇബാദത്തുകളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നെ റമദാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് അമലുകൾ നിന്നു പോവാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ഷവ്വാലിൽ നിന്ന് ഒരു 6 ദിവസം കൊണ്ട് നിങ്ങൾ അതിനെ പിന്തുടർത്തുക എന്ന് പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ 6 നോമ്പ്, ഇപ്പം ഒരു കർമ്മത്തിന് അതിന്റെ 10 ഇരട്ടി പ്രതിഫലമാണല്ലോ. അപ്പം 30 നോമ്പ് നോറ്റാൽ 300 ദിവസം നോമ്പ് നോറ്റ പ്രതിഫലം, പിന്നെ 6 കൂടി ആകുമ്പോ 60 നോമ്പ് നോറ്റ. അപ്പം കൊല്ലം 6 ദിവസം കൊണ്ട് റമദാൻ കഴിഞ്ഞിട്ട് 6 ദിവസം അതിനെ നോമ്പ് കൊണ്ട് പിന്തുടർത്തിയാൽ അവൻ കാലം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതാണ്. അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു സൽക്കർമ്മം അതിന്റെ 10 ഇരട്ടിയായിട്ട് പ്രതിഫലം കിട്ടും. അവൻ കൊല്ലം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെയുള്ള പ്രതിഫലം കിട്ടുന്നതാണ് 6 നോമ്പ് കൂടി. അത് തുടർച്ചയായിട്ട് നോക്കാൻ സാധിക്കുന്ന ആൾക്കാർ തുടർച്ചയായിട്ട് തന്നെ ചെയ്യാം. അല്ല എങ്കിൽ ഷവ്വാലിൽ ഏതെങ്കിലും 6 ദിവസത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് മതി. ഹദീസിന്റെ പദം വെച്ചിട്ട് അത്ബിഉ സിത്തത്തൻ മിൻ ഷവ്വാൽ എന്ന ഷവ്വാലിൽ നിന്ന് 6 കൊണ്ട് പിന്തുടർത്തുക എന്നാണ്. അത് തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതിൽ അങ്ങനെ പറ്റിട്ടില്ലെങ്കിൽ ഷവ്വാലിലെ 6 ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസങ്ങളിലായാൽ മതി എന്നുള്ളതാണ്. അവയേതായിരുന്നാലും നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ധർമ്മം ചെയ്തിരുന്നു റമദാനിൽ. അപ്പൊ നമ്മൾ സഹജീവികളുടെ പ്രയാസങ്ങളും മനസ്സിലാക്കി അങ്ങനെ സഹജീവികളോടുള്ള ബാധ്യതകൾ കൂടി നിർവഹിക്കുന്നവരായി തീരാമെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് ജീവിച്ച് ഈ ലോകത്തുനിന്ന് ഈമാനോടുകൂടി മരിക്കാൻ, അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധിക്കും. സർവശക്തനായ റബ്ബ് ആ നിലക്ക് അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അർഹമുർ റഹീമിനായ റബ്ബേ, അറിഞ്ഞും അറിയാതെ ഞങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തന്ന റഹ്മാനെ, 2 ലോകത്തുനിന്ന് ഞങ്ങൾക്ക് ജീവിത വിജയം നൽകുന്ന റഹ്മാനെ, കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ എത്ര വലുതാണെങ്കിലും നീ വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണ്. അത് എല്ലാ പാപങ്ങളും ഞങ്ങളോട് നീ പൊറുക്കണ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണ റബ്ബേ. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നീ
നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകൾ, ഞങ്ങളുടെ ബന്ധുക്കൾ, വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ അവരെല്ലാം ബർസഖി ജീവിതത്തിലാണ് റഹ്മാനെ. അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗത്തിന് നീ ശിഫ നൽകണ റഹ്മാനെ. അതുപോലെ തന്നെ സാമ്പത്തികവും മറ്റും പല നിലക്കുള്ള പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതാ എല്ലാ പരീക്ഷണങ്ങളും നീ ഞങ്ങൾക്ക് നീക്കിത്തരണ റബ്ബേ. എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും ഈമാൻ മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന, ഞങ്ങൾ ഇരിക്കുന്ന പോലെ സ്വസ്ഥമായി സമാധാനത്തോടു കൂടി ഇരിക്കാൻ പോലും സാധിക്കാത്ത യാതനകൾ അനുഭവിക്കുന്ന ആളുകൾ, നാഥ, അവർക്ക് നീ ശാന്തി ചൊരിയണ റഹ്മാനെ. പല വിശ്വാസികൾക്ക് നീ ഇസ്സത്ത് വർദ്ധിപ്പിച്ച് നൽകണ റബ്ബേ. ശരിയായ വിശ്വാസികൾക്ക് നീ വിജയം നൽകണ റഹ്മാനെ. ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ പോലും പല നിലക്കും ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നാഥ, അവരുടെ എല്ലാ തന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തുകയും അവരുടെ കുതന്ത്രങ്ങളെ നീ വിശ്വാസികൾക്ക് അനുകൂലമാക്കി തീർക്കുകയും ചെയ്യണം റഹ്മാനെ. വിശ്വാസികൾക്ക് നീ ഇസ്സത്ത് വർദ്ധിപ്പിച്ച് നൽകണം റബ്ബേ. അള്ളാഹുവെ, ഖബർ ശിക്ഷയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന്, മഹ്ശറിലെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് دعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم.